ഹലോ ഗൈസ്, അങ്ങനെ ബോട്ടിൽ പോകുന്ന ആൾക്കാരെ വായി നോക്കിക്കൊണ്ടിരുന്ന എന്നെ ശിവന്യെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിച്ചാ നമുക്ക് ചിക്കൻ വാങ്ങാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങാനായിട്ട് പോയി. ആദ്യത്തെ കടയിൽ കയറി അവിടെ ചിക്കൻ ഇല്ല. അപ്പോൾ തൊട്ടപ്പുറത്തെ കടയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവന്യ വലിയ കാര്യത്തിലൊക്കെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കടയിൽ ചെന്ന് നമ്മുടെ കോഴീനെ തൂക്കി അവനാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കഥ കഴിയുമല്ലോ എന്നും പറഞ്ഞ്. അങ്ങനെ അവനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുടെ സങ്കടത്തിലാണ്, എനിക്കൊരു പീസ് തരുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ജാക്കിക്കൊരു പീസും കൊടുത്ത് നമ്മൾ കവറും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വഴിയിലെത്തിയപ്പോൾ അതാ പൂച്ച അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ പൂച്ച സാറ്. എന്നെ എന്തായാലും മൈൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മൈൻഡ് ആക്കിയിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ചെമ്പരത്തിൻ്റെ നല്ല വേലിയുണ്ട് അവിടെയൊക്കെ സൈഡിൽ വീട്ടിൽ കെട്ടി വെച്ച്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ പൂ വിരിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരെ നടന്നപ്പോഴത്തേക്കും അവിടെ വള്ളത്തിലൊരു കൊക്കിരിക്കണം. അപ്പോൾ അവനെ ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവൻ പറന്ന് കളഞ്ഞു. അങ്ങനെ കൊക്കിൻ്റെ വീഡിയോ എടുത്ത് നമ്മൾ നേരെ വരുമ്പോൾ ഷാപ്പിൽ നല്ല അടി. ഇന്നലത്തെ വള്ളംകളിയുടെ പേരിൽ കുറേ തർക്കവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ വീട്ടിൽ വന്ന് ചിക്കൻ അമ്മൂമ്മയുടെ കൊടുത്തു. അമ്മൂമ്മ അത് കഴുകി കറക്റ്റായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ കയറ്റണം. അപ്പോൾ ചേച്ചി മസാലയൊക്കെ പുരട്ടി കുക്കറിലാക്കി വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അപ്പുറത്തെ കുട്ടി വന്ന് പറഞ്ഞു, ചേട്ടാ അവിടെ നല്ല വിരുന്നുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ബാക്കിലേക്ക് ഓടിച്ചെന്നപ്പോൾ അവിടെ കുറേ കൊക്കുകളുണ്ടായിരുന്നു. അത് നല്ല പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള കാരണം ഞാനതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ റെഡിയാക്കാനായിട്ട് സവാളയൊക്കെ അരിഞ്ഞ് അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൺമണി പുറത്ത് പോയിരിക്കുകയായിരുന്നു. അവൾ വന്ന് ബാക്കി പരിപാടി നോക്കാനായിട്ട് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് അത് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മറിച്ച് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കുമ്പളയൊക്കെ വന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ചിക്കൻ കൂടി വറുത്തേക്കാമല്ലാന്ന് വിചാരിച്ച് കൺമണി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ 2 കാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസൊക്കെ പോയിട്ടുണ്ട്, കാരണം കാലിന് വലിയ മുഴുപ്പൊന്നുമില്ല. പിന്നെ നമ്മൾ ചെമ്മീൻ ഒലത്തി വെച്ചിട്ടുണ്ട്, അതും നല്ല രസമുണ്ട് കാണാനൊക്കെ. കൂട്ടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ചിക്കനാണുള്ളത്, അതും വറുക്കാനുള്ളതാണ്. മസാല പുരട്ടി അങ്ങനെ വെച്ച് അങ്ങനെ എല്ലാം റെഡിയായി. നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ ടേബിളിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചിക്കൻ കറിയുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, മീൻ കറിയുണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടി എങ്ങനെ തിന്നുമെന്ന് അറിയില്ല. പിന്നെ അത് അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു ബിരിയാണി ഉണ്ട്, അതും കഴിക്കണം ഇതും കഴിക്കണം. എല്ലാം കൂടി എങ്ങനെ കഴിക്കാവുന്നത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു വിധത്തിൽ നമ്മളെല്ലാം കഴിച്ച് തീർത്ത് അങ്ങനെ കൺമണി പാത്രം കഴുകാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ കൺമണി എല്ലാ പാത്രവും ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് ആറ്റിൽ കൊണ്ടേ കഴുകുകയാണ്. അപ്പോൾ ആ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം കൂടി കഴുകി തീരുവാവോ എന്തോന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ തന്നെ കിടക്കാനായിട്ട് പോവുകയാണ്.